സമദാനി. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി പ്രദേശത്തെ വോട്ടർമാരെ നേരിൽ കാണാനും നേരിട്ട് വോട്ട് ചോദിക്കാനും ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി പ്രദേശത്ത് നടത്തിയിരിക്കുകയാണ്. ഈ കൈനിക്കര പ്രദേശത്ത് നിങ്ങളുള്ള എൻ്റെ സഹോദരന്മാരോട് നേരിട്ട് വോട്ടപേക്ഷിക്കുകയാണ്. കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് വണക്കമായി അപേക്ഷിക്കുന്നു. UDFന്റെ വിജയം പൊന്നാനി ജയിക്കാൻ മാത്രമല്ല, പൊന്നാനി ജയിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റിനെ, BJPയുടെ 10 കൊല്ലത്തെ ഭരണത്തെ താഴെ ഇറക്കിക്കൊണ്ടുള്ള ഒരു മതേതര ഗവൺമെന്റിനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവരോധിക്കുന്നതിന് വേണ്ടിയാണ്. ആ മഹത്തായ പരിശ്രമമാണ് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ്. അതിൽ നിങ്ങൾ എല്ലാവരുടെയും മഹത്തായ പങ്കുണ്ടാകണമേ എന്ന് വണക്കമായി അപേക്ഷിച്ചുകൊണ്ട് കൈപിടിച്ച് നേരിട്ട് വോട്ട് ചോദിച്ച പോലെ കണക്കാക്കണമെന്നും കൈനിക്കരയിൽ വന്ന് വോട്ട് ചോദിച്ച കാര്യം നിങ്ങൾ മറ്റു സഹോദരിമാരെ അറിയിക്കണമെന്നും വണക്കമായി ബഹുമാനത്തോടെ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പോടെ നമ്മുടെ രാജ്യത്തിന് നന്മ വരട്ടെ, നമ്മുടെ ജനങ്ങൾക്ക് നന്മ വരട്ടെ, എല്ലാ ഭരണപരമായ അതിക്രമങ്ങളും അവസാനിപ്പിച്ച് നമ്മുടെ ഒരു ഗവൺമെന്റ്, നമ്മുടെ ലീഗിന്റെ, നമ്മുടെ കോൺഗ്രസിന്റെ, നമ്മുടെ ഇന്ത്യ അലയൻസിന്റെ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെന്റ് ഈ രാജ്യത്ത് ആഗമനം കൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഇവ നമ്മൾ നേരിൽ കണ്ട വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ആദർശമായ വളരെ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംസാരങ്ങൾ നിങ്ങൾ ശ്രമിക്കുകയും നിങ്ങളുടെ വോട്ടുകൾ കോണി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കണമെന്ന് വളരെ വിജയത്തോടുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് UDF. ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, മുതിർന്നവരെ, കാരണവന്മാരെ, കൈനിക്കരയിലെ ഈ മുള്ളമ്മട പ്രദേശത്തെ നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ വോട്ടെടുപ്പ്. വളരെ പ്രധാനമാണ്. ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ കോണിക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കോണിയിലൂടെ നമ്മൾ പൊന്നാനിയിൽ ജയിക്കണം. പൊന്നാനി ജയിക്കുന്നതോടൊപ്പം നമുക്ക് കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ഒരുപാട് കഷ്ടപ്പാടുകൾ സൃഷ്ടിച്ച BJP ഭരണത്തെ താഴെ ഇറക്കി ഇന്ത്യ അലയൻസിന്റെ ഒരു മതേതര ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിനെല്ലാവരും വണക്കമായി ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് പെങ്ങന്മാരോട്, ഓമന മക്കൾക്ക് വോട്ടില്ലെങ്കിലും അവരും ഈ കൂട്ടത്തിൽ നമ്മളോടൊപ്പമുണ്ട്. അവർക്ക് സ്നേഹാശംസകൾ നേരുന്നു. നേരിട്ട് വോട്ട് ചോദിച്ചതായിട്ട് കണക്കാക്കണം. നല്ല ഭൂരിപക്ഷത്തിന് എന്നെ ജയിപ്പിക്കണമെന്ന് വണക്കമായി അപേക്ഷിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് ഇവിടെ വരാം, സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്ദി, സ്നേഹാഭിവാദ്യങ്ങൾ. സമദാനി വന്നല്ലോ. നമ്മുടെ പൊന്നാനിയിൽ ഇന്നിത ജൈവിളിയായല്ലോ. പുന്നാരപ്പും സാരഥിയായി സമദാനിയും വന്നല്ലോ. പൊന്നേ നമ്മുടെ പൊന്നാനിയിൽ ഇന്നിത ജൈവിളിയായല്ലോ. പുന്നാരപ്പും സാരഥിയായി സമദാനിയും വന്നല്ലോ. വന്നേ വന്നല്ലോ UDF വന്നല്ലോ. വന്നേ വന്നല്ലോ സമദാനി വന്നല്ലോ. വന്നേ വന്നല്ലോ UDF വന്നല്ലോ. വന്നേ വന്നല്ലോ സമദാനി വന്നല്ലോ. എന്നും മനോഹര സേവനത്തിൻ വെള്ളി വിളക്ക് കൊളുത്താനായി എന്നാളും നമ്മുടെ മണ്ഡലത്തിൽ പദ്ധതി കൂട്ടി വരുത്താനായി. എന്നും മനോഹര സേവനത്തിൻ വെള്ളി വിളക്ക് കൊളുത്താനായി എന്നാളും നമ്മുടെ മണ്ഡലത്തിൽ പദ്ധതി കൂട്ടി വരുത്താനായി.
കുറ്റിപ്പുറത്തും തിരൂരും പരപ്പനങ്ങാടി റെയിൽവേയിൽ കുറ്റമറ്റുള്ള വികസനം എത്തിച്ചു മോടി വരുത്താനായി. കുറ്റിപ്പുറത്തും തിരൂരും പരപ്പനങ്ങാടി റെയിൽവേയിൽ കുറ്റമറ്റുള്ള വികസനം എത്തിച്ചു മോടി വരുത്താനായി. വന്നേ വന്നല്ലോ UDF വന്നല്ലോ, വന്നേ വന്നല്ലോ സമദാനി വന്ന